ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ശാസ്താംകോട്ട തടാകമാണ്. ഈ തടാകത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ ക്ലാസ്സുകളിൽ ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഈ തടാകത്തിൻ്റെ പ്രത്യേകതകളെന്നും ഈ തടാകത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരുമ്പോഴും ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി വളരെയേറെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ശാസ്താംകോട്ട എന്ന പേര് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാനും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതലായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമുള്ളത് കൊണ്ട് തന്നെ ശാസ്താവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെ പിന്നീട് ശാസ്താംകോട്ട എന്ന പേരിൽ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങി. നേരം എത്ര വൈകിയാലും നമുക്ക് ഈ തടാകത്തിന്റെ സമീപത്ത് നിന്ന് വീട്ടിലേക്ക് പോരാൻ തോന്നിയാൽ കായലിന് ചുറ്റും വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന കുന്നുകളാൽ സുവകാശ കേന്ദ്രമായ ഈ കായലിന് 8 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട്. കൊല്ലം നഗരത്തിലാണിത് നിൽക്കുന്നത്. അപ്പോൾ തടാകത്തിന് ചുറ്റും മൈനാഗപ്പള്ളി, ശാസ്താംകോട്ട, കുന്നത്തൂർ, പോരുവഴി, പടിഞ്ഞാറേ കല്ലട, ശൂരനാട് തെക്ക് എന്നീ പഞ്ചായത്തുകളിലെ ഒരു പ്രദേശം മുഴുവൻ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ഈ ഒരു തടാകത്തിൽ നിന്നാണ്. നമ്മളവിടെ ചെന്ന് നിന്ന് അതിൻ്റെ തീരപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരങ്ങളായ കാഴ്ചകളും ഒക്കെ കാണാൻ കഴിയും.